നമസ്കാരം. നമുക്കിന്ന് രജിസ്ട്രേഷൻ ആക്റ്റും അതുമായിട്ട് അനുബന്ധമായി വരുന്ന സംഗതികളും നോക്കാം. അപ്പോൾ അത് ഇന്ന് എൻ്റെ ശ്രദ്ധയിൽപ്പെടാനുണ്ടായ ഒരു കാരണമെന്ന് പറയുന്നത്, ബഹുമാനപ്പെട്ട സുപ്രീം കോടതിയുടെ ഒരു റൂളിംഗ് ഈ അടുത്തിടെ വരികയുണ്ടായി. 2-3 ദിവസമായി കാണത്തേ ഉള്ളൂ. ഈ മുരുകാനന്ദം വേഴ്സസ് മുനിയാണ്ടി എന്ന് പറയുന്ന ഒരു ഡിസിഷനാണ്. 2025 അത് വന്നിട്ടുള്ളത്. അതിനു മുമ്പ് 2010 ബഹുമാനപ്പെട്ട സുപ്രീം കോടതിയുടെ ഒരു ഇതേ സംഗതിയെക്കുറിച്ച് തന്നെ ഒരു റൂളിങ്ങും വന്നു. അപ്പോൾ ഈ 2010 റൂളിങ് കലാദേവി വേഴ്സസ് സോമസുന്ദരം ആൻഡ് അതേഴ്സ്, ഈ റൂളിങ്ങിലൂടെ ഈ 2025 റൂളിങ്ങിൽ കോട്ട് ചെയ്ത് അതുമായിട്ട് അനുബന്ധമായിട്ടാണ് ഈ 2 റൂളിങ്ങും വന്നത്. ഈ 2 റൂളിങ്ങും വായിച്ചപ്പോൾ എൻ്റെ ശ്രദ്ധയിൽ വന്ന ചില സംഗതികൾ നിങ്ങളുമായിട്ട് പങ്കുവയ്ക്കാം എന്ന് വിചാരിച്ചും, അത് മാത്രവുമല്ല എൻ്റെ മനസ്സിൽ ഉണ്ടായിരുന്ന ഒരു സംശയം ഒന്ന് ക്ലിയർ ചെയ്യുകയും ചെയ്ത് അതും നിങ്ങളുടെ മുന്നിലേക്ക് അവതരിപ്പിക്കാം എന്ന് വിചാരിച്ചാണ് ഞാനിപ്പോൾ ഈ വീഡിയോ ചെയ്യുന്നത്. മെയിനായിട്ട് ഈ കേസിനകത്ത് ഡിസ്കസ് ചെയ്ത സെക്ഷൻസ് എന്ന് പറയുന്നത് രജിസ്ട്രേഷൻ ആക്ടിലെ സെക്ഷൻ 17 അതുപോലെ തന്നെ സെക്ഷൻ 49. അപ്പോൾ രജിസ്ട്രേഷൻ ആക്ടിലെ സെക്ഷൻ 17 പറയുന്നത് ഏതൊക്കെ ഡോക്യുമെൻറ്റുകളാണ് കമ്പൽസറി ആയിട്ട് രജിസ്റ്റർ ചെയ്തിരിക്കേണ്ടത് എന്നുള്ളത്. സ്വാഭാവികമായിട്ടും നമുക്കറിയാം, നമ്മുടെ നാട്ടിൽ ധാരാളം ഇടപാടുകൾ നടക്കുന്നുണ്ട്, ക്രയവിക്രയങ്ങൾ നടക്കുന്നുണ്ട്. അത് സ്ഥാവര ജംഗമ സ്വത്തുക്കളുടെ ക്രയവിക്രയങ്ങൾ, സാമ്പത്തികമായിട്ടുള്ള ക്രയവിക്രയങ്ങൾ, അങ്ങനെ പല രീതിയിലുള്ള ക്രയവിക്രയങ്ങൾ, ദിവസം കോടിക്കണക്കിന് രൂപയുടെ ഇടപാടുകൾ നടക്കുന്നുണ്ട്. അപ്പോൾ ഇതൊക്കെ രജിസ്റ്റർ ചെയ്ത് ഒരു നിയമവിധേയമാക്കുന്നതിന് വേണ്ടി ഉള്ള ഒരു സംഗതി പറയുന്നതാണ് ഈ രജിസ്ട്രേഷൻ ആക്ട് എന്ന് പറയുന്നത്. അത് 1908 നിലവിൽ വന്നത്. ആ രജിസ്ട്രേഷൻ ആക്ടിൻ്റെ സെക്ഷൻ 17 ഏതൊക്കെ കാര്യങ്ങളാണ് കമ്പൽസറി ആയിട്ട് രജിസ്റ്റർ ചെയ്യേണ്ട രേഖകൾ എന്ന് പറയുന്നത്. അപ്പോൾ വർഷാവർഷമുള്ള വാടക കരാറുകൾ, അല്ലെങ്കിൽ പണയം, അല്ലെങ്കിൽ വർഷാവർഷമുള്ള മോർട്ട്ഗേജ്, അല്ലെങ്കിൽ വർഷാവർഷമുള്ള ലീസ്, ഇത്തരം സംഗതികൾ നമ്മൾ വസ്തുക്കളെ സംബന്ധിച്ചൊക്കെ പണയം വയ്ക്കുകയോ അല്ലെങ്കിൽ വസ്തുക്കളെ സംബന്ധിച്ച് പാട്ടത്തിനെടുക്കുകയോ അല്ലെങ്കിൽ ലീസിനെടുക്കുകയോ പിന്നെ റെൻറ്റിനെടുക്കുകയോ ഒക്കെ ചെയ്യും. ഇതൊക്കെ ഓരോ വർഷത്തേക്കാണ് ചെയ്യുന്നതെങ്കിൽ, അല്ലെങ്കിൽ ഒന്നിലധികം ഒരു വർഷം 12 മാസത്തിൽ കൂടുതൽ 4-5 വർഷത്തേക്കൊക്കെ ചെയ്യുക, അങ്ങനെയാണെങ്കിൽ അത് കമ്പൽസറി ആയിട്ട് രജിസ്റ്റർ ചെയ്യണം. അപ്പോൾ അതിൽ നിന്നും ഒഴിവാകുന്നതിന് വേണ്ടിയിട്ടാണ് പലപ്പോഴും നമ്മൾ ഈ വാടക കരാറുകൾ 11 മാസക്കാലത്തേക്ക് എഴുതുന്നത്. അപ്പോൾ അങ്ങനെ ഒരു സംഗതിയാണ്. 1 വർഷമോ അതിൽ കൂടുതലായിട്ട് വരുന്ന ഞാൻ ഈ മേൽ സൂചിപ്പിച്ച രേഖകൾ, ഡോക്യുമെൻറ്റുകളെല്ലാം തന്നെ കമ്പൽസറി ആയിട്ട് രജിസ്റ്റർ ചെയ്തതാണ്. അതുപോലെ സ്ഥാവര ജംഗമ സ്വത്തുക്കളുടെ കൈമാറ്റത്തെ സംബന്ധിച്ച് 100 രൂപയ്ക്ക് മുകളിലാണ് ആ വസ്തുവിൻ്റെ മൂല്യമെങ്കിൽ തീർച്ചയായിട്ടും അത് രജിസ്റ്റർ ചെയ്ത് എത്തിക്കേണ്ടതാണ്. പിന്നെ അതുപോലെ തന്നെ ഈ പവർ ഓഫ് അറ്റോർണി, ഏതെങ്കിലും തരത്തിൽ പവർ ഓഫ് അറ്റോർണി ഒരു വസ്തുവിൻ്റെ സ്ഥാവര ജംഗമ സ്വത്തുക്കളെ സംബന്ധിച്ചൊരു ട്രാൻസാക്ഷനുമായിട്ട് ബന്ധപ്പെട്ട ഒരു നടത്തുകയാണെങ്കിൽ ആ പവർ ഓഫ് അറ്റോർണി രജിസ്റ്റർ ചെയ്തിരിക്കണം. അപ്പോൾ അതുകൊണ്ടാണ് പലപ്പോഴും നമ്മൾ ഈ ബാങ്കിൽ ഈ രേഖകളുമായിട്ടൊക്കെ ചെല്ലുമ്പോഴത്തേക്ക് പവർ ഓഫ് അറ്റോർണി ഉണ്ട് എന്ന് പറയുമ്പോൾ ആ പവർ ഓഫ് അറ്റോർണി രജിസ്റ്റർ ചെയ്തിരിക്കണമെന്ന് ബാങ്കുകാർ ഇൻസിസ്റ്റ് ചെയ്യുന്നതിനാണ്. കാരണം ആ പവർ ഓഫ് അറ്റോർണി വഴിയാണ് നമ്മൾ ലോണ് അപേക്ഷിക്കുന്നതെങ്കിൽ ആ പവർ ഓഫ് അറ്റോർണി രജിസ്റ്റേർഡ് ആയിരിക്കണം. രജിസ്റ്റേർഡ് പവർ ഓഫ് അറ്റോർണി വഴിയായിരിക്കണം അവിടെ ട്രാൻസാക്ഷൻ നടക്കേണ്ടത്. അതേ അവർ സമ്മതിക്കുകയുള്ളൂ. അതുപോലെ തന്നെയാണ് നമ്മൾ ഈ വസ്തു കൈമാറ്റം ചെയ്യുന്നതിന് വേണ്ടി മറ്റൊരാളിനെ ചുമതലപ്പെടുത്തുകയാണെന്നുണ്ടെങ്കിൽ ആ ചുമതലപ്പെടുത്തുന്ന പവർ ഓഫ് അറ്റോർണിയും അത് രജിസ്റ്റർ ചെയ്തിരിക്കണം. അപ്പോൾ ഇങ്ങനെയുള്ള കുറേ രേഖകൾ സെക്ഷൻ 17 പറയുന്നു. അപ്പം സ്വാഭാവികമായിട്ടും ഈ 17 പറയുന്ന രേഖകളെ സംബന്ധിച്ച് പറയുമ്പോൾ നമ്മളിപ്പോൾ ഒരു ഞാൻ മുമ്പ് സൂചിപ്പിച്ചു, ഈ സ്ഥാപന ജംഗമ സ്വത്തുക്കളുടെ വില 100 രൂപയ്ക്ക് കൂടുതൽ മൂല്യമുള്ള ട്രാൻസാക്ഷനുകളാണെങ്കിൽ അത് രജിസ്റ്റർ ചെയ്തിരിക്കണം. അപ്പോൾ അതുകൊണ്ടാണ് നമ്മളൊരു വിലയാധാരം സ്വാഭാവികമായിട്ട് രജിസ്റ്റർ ചെയ്യും. ഒരു 90% വിലയാധാരങ്ങൾ രജിസ്റ്റർ ചെയ്യാറുണ്ട്. അഥവാ ഏതെങ്കിലും കാരണവശാൽ രജിസ്റ്റർ ചെയ്യാത്തയാണെന്നുണ്ടെങ്കിൽ അത് അനുബന്ധമായിട്ട് തന്നെ നമ്മൾ രജിസ്റ്റർ ചെയ്യാറുണ്ട്. രജിസ്റ്റർ ചെയ്യാത്ത സാധാരണഗതിയിൽ വിലയാധാരങ്ങൾ നമ്മുടെ കൈവശം ഉണ്ടാവില്ല. അത് സാധാരണ എല്ലാവരും ചെയ്യാറുള്ളതാണ്. സബ് രജിസ്ട്രി ഓഫീസർ രജിസ്റ്റർ ചെയ്യും. എന്നാൽ ഈ വിലയാധാരത്തിന് മുമ്പുണ്ടാകുന്ന ഒരു വിലയാധാര കരാറുണ്ട്, എഗ്രിമെൻറ്റ് ഫോർ സെയിൽ, വിലയാധാര കരാർ. അത് കൂടുതൽ വിലയാധാര കരാറുകൾ രജിസ്റ്റർ ചെയ്യുന്നതല്ല. കാരണം അതിൻ്റെ സ്റ്റാമ്പ് ഡ്യൂട്ടിയിൽ നിന്ന് ഒഴിവാകുന്നതിന് വേണ്ടി പലപ്പോഴും ഈ വിലയാധാര കരാറുകൾ രജിസ്റ്റർ ചെയ്യാറില്ല. അപ്പോൾ ഇന്ന് നമ്മളിവിടെ സംസാരിക്കുന്നത് ഇതുമായിട്ട് ബന്ധപ്പെട്ടൊരു പ്രധാനപ്പെട്ട കാര്യമാണ്. അപ്പോൾ ഞാനിപ്പോൾ ഒരു വസ്തു മേടിക്കുന്നതിന് വേണ്ടി ഒരു വിലയാധാര കരാറിൽ ഏർപ്പെട്ടു. ആ വസ്തുവിൻ്റെ വില ഒരു 10 ലക്ഷം രൂപയാണെന്ന് ഇരിക്കട്ടെ. ആ 10 ലക്ഷം രൂപയിൽ ഞാനൊരു 5 ലക്ഷം രൂപ അതിൻ്റെ ഒരു അഡ്വാൻസ് മണിയായിട്ട് കൊടുക്കുന്നു. ഞാൻ എന്ത് ചെയ്യുന്നു, ഒരു വിലയാധാര കരാർ 500 രൂപ പത്രത്തിലോ അല്ലെങ്കിൽ 200 രൂപ പത്രത്തിലോ
ഒരു വിലയാധാര കരാർ എഴുതുന്നു. ആ വിലയാധാര കരാർ എഴുതിയതിന് ശേഷം ഞാനത് രജിസ്റ്റർ ചെയ്യുന്നില്ല. 2 മാസം അല്ലെങ്കിൽ 3 മാസം സമയത്തിനകം ബാക്കിയുള്ള 5 ലക്ഷം രൂപയും കൂടെ തന്ന് നിങ്ങളുടെ വസ്തു എനിക്ക് എഴുതി തന്നുകൊള്ളാമെന്നും അപ്രകാരം എഴുതി തരാതിരുന്നാൽ എനിക്ക് കോടതി വഴി ഈ വസ്തു എഴുതി വാങ്ങുന്നതിന് സാധിക്കുമെന്നും അതല്ല എൻ്റെ വീഴ്ച കൊണ്ടാണ് ഇത് എഴുതാൻ കഴിയാതെ വരുന്നെങ്കിൽ ഈ അഡ്വാൻസ് തുക നഷ്ടപ്പെടുന്നതാണെന്നും ഒക്കെ പറഞ്ഞ് എഴുതി വിശാലമായിട്ട് നമ്മൾ എഴുതും. ഇവിടെ 2 കാര്യങ്ങൾ നമ്മൾ ശ്രദ്ധിക്കേണ്ടതായിട്ടുണ്ട്. ഈ വില വാങ്ങുന്നയാളുടെ വില്ലിങ്നെസ്സും റെഡിനെസ്സും അയാൾ പ്രൂവ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ വളരെ പ്രധാനപ്പെട്ട ഒരു സംഗതിയാണ്. വില്ലിങ്നെസ്സും റെഡിനെസ്സും അയാൾ പ്രൂവ് ചെയ്തെങ്കിൽ മാത്രമേ ഏതൊരു സ്പെസിഫിക് പെർഫോമൻസിനെ സംബന്ധിച്ചുള്ള ഒരു കേസും നമ്മൾ കോടതിയിൽ കൊടുക്കുമ്പോഴത്തേക്ക് അത് നിലനിൽക്കുകയുള്ളൂ. അത് പോട്ടെ. അപ്പോൾ ഞാനീ പറഞ്ഞിരിക്കുന്നത് രജിസ്റ്റേർഡ് ആയിട്ടുള്ള ഒരു ഡോക്യുമെൻറ്റുമായിട്ട് ബന്ധപ്പെട്ട ഒരു വിഷയമാണ്. അപ്പോൾ സ്വാഭാവികമായിട്ടും എൻ്റെ കയ്യിലിരിക്കുന്നത് ഞാൻ മുമ്പ് സൂചിപ്പിച്ചു, അതൊരു അൺരജിസ്റ്റേർഡ് ആയിട്ടുള്ള വിലയാധാര കരാറാണ്. ആ വിലയാധാര കരാറിൻ്റെ അടിസ്ഥാനത്തിൽ ആ വസ്തു 3 മാസത്തിനകം എഴുതി തരാമെന്ന് പറഞ്ഞു. സ്വാഭാവികമായിട്ട് 3 മാസം കഴിഞ്ഞപ്പോഴത്തേക്ക് എന്ത് ചെയ്തു? ഞാൻ സമീപിച്ചപ്പോൾ അയാൾ പറയുകയാണ്, അത് ഇപ്പോൾ ഈ 10 ലക്ഷം രൂപയ്ക്ക് തരാൻ സാധിക്കില്ല, നിങ്ങളൊരു കാര്യം ചെയ്യും, ഒരു 15 ലക്ഷം രൂപ തരും, എന്നാൽ ഞാൻ അങ്ങ് എഴുതി തരാം, അല്ലെങ്കിൽ നമുക്ക് വേറെ ആളുണ്ട്, ബയറുണ്ട് എന്ന് പറയുക. അതല്ലെങ്കിൽ അപ്പം ഞാൻ തന്നെ അവരെ സമീപിച്ചതിന് ശേഷം പറയുകയാണ്, അയ്യോ ഇപ്പോൾ എൻ്റെ കയ്യിൽ പൈസ ഒത്തില്ല, 5 ലക്ഷം രൂപയും കൂടെ തരാൻ എൻ്റെ കയ്യിലില്ല, അതുകൊണ്ടൊരു കാര്യം ചെയ്യുന്ന നിങ്ങൾ മറ്റൊരാളിനെ ഇത് വസ്തു വിൽക്കുക, എൻ്റെ 5 ലക്ഷം രൂപ ഇങ്ങനെ തന്നേരം. ഇങ്ങനെ 2 രീതിയിൽ ചിലപ്പോൾ വിലയാധാര കരാറുമായിട്ട് ബന്ധപ്പെട്ട് ബുദ്ധിമുട്ടുണ്ടാകുന്ന 2 ഇൻസ്റ്റൻറ്റുകളാണ് ഞാൻ പറഞ്ഞത്. ഇങ്ങനെ വരുന്ന സമയത്ത് എന്ത് ചെയ്യും? ഇപ്പം ഞാൻ സമീപിച്ചതിന് ശേഷം ബാക്കി 5 ലക്ഷം രൂപയും കൂടെ തന്ന് വില എഴുതി തരാൻ നിങ്ങൾ തയ്യാറാവണമെന്ന് പറയുന്ന സമയത്ത് സ്വാഭാവികമായിട്ടും ആ വസ്തുവിൻ്റെ ഉടമസ്ഥൻ പറയുകയാണ്, എനിക്ക് തരാൻ സാധിക്കില്ല എന്ന് പറയുമ്പോൾ നമ്മൾ ഒരു അഭിഭാഷകനെ കാണുകയും ഒരു കേസിനെ കുറിച്ച് ആലോചിക്കുകയും ചെയ്യും. അപ്പോൾ അഭിഭാഷകൻ്റെ അടുത്തേക്ക് ചെല്ലുമ്പോൾ ആ അഭിഭാഷകൻ പറയും, ഇത് അൺരജിസ്റ്റേർഡ് ആയിട്ടുള്ള ഒരു വിലയാധാര കരാറാണ്, ഇത് വെച്ചിട്ട് നമുക്ക് കോടതിയിൽ കേസ് കൊടുക്കാൻ പറ്റില്ല. പിന്നെ എന്ത് ചെയ്യാൻ പറ്റും? നിങ്ങൾക്ക് 5 ലക്ഷം രൂപയുടെ നിങ്ങൾ കൊടുത്ത അഡ്വാൻസ് മണി നിങ്ങൾക്ക് തിരിച്ചു മേടിക്കാൻ പറ്റും. പക്ഷേ നിങ്ങൾക്ക് ആ വസ്തു വിലയാധാരം എഴുതി തരണം എന്നാവശ്യപ്പെട്ടുകൊണ്ട് ഒരു കേസ് കൊടുക്കാൻ സാധിക്കില്ല. കാരണം ഇത് അൺരജിസ്റ്റേർഡ് ആയിട്ടുള്ള ഒരു ഡോക്യുമെൻ്റാണ്. അതാണ് ഞാനീ പറഞ്ഞത്. സെക്ഷൻ 17 അനുസരിച്ച് എല്ലാ വിലയാധാര കരാറുകളും ഒരു രജിസ്റ്റേർഡ് ഡോക്യുമെൻ്റ് ആയിരിക്കണം. അൺരജിസ്റ്റേർഡ് ഡോക്യുമെൻ്റ് ആണെങ്കിൽ എന്ത് പർപ്പസിന് വേണ്ടിയിട്ടാണോ ആ വിലയാധാര കരാർ എഴുതിയത്, അതിൻ്റെ മെയിൻ പർപ്പസ് ആ സെക്ഷൻ 17 അനുസരിച്ചുള്ള ആ ഡോക്യുമെൻ്റ് രജിസ്റ്റർ ചെയ്തെങ്കിൽ മാത്രമേ കോടതി വഴി അത് എൻഫോഴ്സ് ചെയ്യാൻ സാധിക്കുകയുള്ളൂ. അല്ലെങ്കിൽ പിന്നുണ്ടാകുന്ന ഇതാണ് അതിൻ്റെ 3 or 4 ഇരട്ടി, അല്ലെങ്കിൽ കളക്ടർ നിശ്ചയിക്കുന്ന ഒരു തുക, അല്ലെങ്കിൽ സബ് രജിസ്റ്റർ ഓഫീസർ നിശ്ചയിക്കുന്ന ഒരു ഫൈൻ ഉൾപ്പെടെയുള്ള ഒരു തുക അടച്ച് അത് ഇമ്പൗണ്ട് ചെയ്ത് അത് പ്രോപ്പർ സ്റ്റാമ്പ് ഡ്യൂട്ടിയും അതിൻ്റെ ഫൈനും ഉൾപ്പെടെയുള്ള തുക അടച്ച് അത് ഇമ്പൗണ്ട് ചെയ്ത് കൊണ്ടുവന്നാൽ കോടതിക്ക് അത് ആ രേഖ പരിഗണിക്കാൻ സാധിക്കും. അല്ലാത്ത സമയങ്ങളിൽ എന്ത് ചെയ്യാൻ പറ്റും? കോടതിക്ക് അത് എനിക്ക് വസ്തു എഴുതി തരണം എന്ന് ആവശ്യപ്പെട്ടുകൊണ്ടുള്ള ഒരു കേസ്, അതായത് സ്യൂട്ട് ഫോർ സ്പെസിഫിക് പെർഫോമൻസ് എന്ന് പറയും നിയമത്തിൻ്റെ ഭാഷയിൽ. അങ്ങനെ ഒരു കേസ് വന്നാൽ ഈ രേഖ പരിഗണിക്കാൻ സാധിക്കുകയില്ല. ഇവിടെ പിന്നെ എന്താണ് ചെയ്യാൻ സാധിക്കുന്നത്? ഈ രേഖയെ ഒരു കൊളാറ്ററൽ ഡോക്യുമെൻ്റ് ആയിട്ട് കണക്കാക്കാം. അതായത് അൺരജിസ്റ്റേർഡ് എഗ്രിമെൻറ്റ് ഫോർ സെയിലിനെ, അൺരജിസ്റ്റേർഡ് ആയിട്ടുള്ള വിലയാധാര കരാറിനെ ഒരു കൊളാറ്ററൽ രേഖയായിട്ട് കണക്കാക്കാം. അങ്ങനെ ഒരു കൊളാറ്ററൽ രേഖയായിട്ട് കണക്കാക്കിയാൽ അവിടെ ഒരു എഗ്രിമെൻറ്റ് ഫോർ സെയിൽ ഉണ്ടായിരുന്നു എന്നും അതനുസരിച്ച് 5 ലക്ഷം രൂപ നിങ്ങൾ വസ്തുവിൻ്റെ ഉടമസ്ഥന് കൊടുത്തു എന്നും ബോധ്യപ്പെട്ടാൽ ആ 5 ലക്ഷം രൂപ തിരിച്ചു കിട്ടുന്നതിന് ഈ വിലയാധാര കരാറിൽ ഏർപ്പെട്ടയാളിന് അർഹതയുണ്ട്. അല്ലാതെ ആ വസ്തു ഒരു സ്പെസിഫിക് പെർഫോമൻസിലൂടെ എൻ്റെ പേരിലേക്ക് എഴുതി തരണം എന്ന് ആവശ്യപ്പെടുവാൻ അവിടെ സാധിക്കുകയില്ല. മറിച്ച് അതിൻ്റെ ഒരു കൊളാറ്ററൽ പർപ്പസ് മാത്രമേ നടക്കുകയുള്ളൂ. അപ്പോൾ ഇതാണ് ഈ 2 കേസിനകത്തും ഇത് തന്നെയാണ് പറയുന്നത്. അതായത് ഇതിനെ സംബന്ധിച്ച് വളരെ പ്രധാനപ്പെട്ട, അതുപോലെ തന്നെ ഈ ഞാൻ മുമ്പ് സൂചിപ്പിച്ച സെക്ഷൻ 49, ആ 49 പറയുന്ന ഒരു ഭാഗമാണ് ഞാൻ തർജ്ജമ ചെയ്തിട്ട് ഞാൻ പറഞ്ഞതിൻ്റെ ഭാഗത്ത് വരുന്നത്, ഓർ ആസ് എവിഡൻസ് ഓഫ് എനി കൊളാറ്ററൽ ട്രാൻസാക്ഷൻ നോട്ട് റിക്വയർഡ് ടു ബി എഫക്റ്റഡ് ബൈ രജിസ്റ്റേർഡ് ഇൻസ്ട്രുമെൻറ്റ്. അപ്പോൾ ആ രജിസ്റ്റേർഡ് ഇൻസ്ട്രുമെൻറ്റ് എഫക്റ്റിലാവണമെങ്കിൽ എന്ത് ചെയ്യണം? അല്ല, ആ ഇൻസ്ട്രുമെൻറ്റ് എഫക്റ്റിലാവണമെങ്കിൽ എന്ത് ചെയ്യണം? അത് രജിസ്റ്റർ ആക്കണം. അപ്പോൾ നോട്ട് റിക്വയർഡ് ടു ബി എഫക്റ്റഡ് ബൈ എ രജിസ്റ്റേർഡ് ഇൻസ്ട്രുമെൻറ്റ് എന്ന് പറയുമ്പോൾ എന്തേ ചെയ്യാൻ പറ്റത്തുള്ളൂ? അതിൻ്റെ ഒരു കൊളാറ്ററൽ പർപ്പസ് മാത്രമേ അതിൽ നിന്ന് എടുക്കാൻ പറ്റത്തുള്ളൂ. അതായത് നമ്മൾ കൊടുത്ത അഡ്വാൻസ് എമൗണ്ട് നമുക്ക് തിരികെ ആവശ്യപ്പെടാം. അങ്ങനെ ഒരു പർപ്പസിലൂടെ മാത്രമേ നമുക്കവിടെ ആ കേസ് കൊടുക്കുവാൻ സാധിക്കുകയുള്ളൂ.
അപ്പോൾ അതാണ്. പക്ഷേ അങ്ങനെ വരുമ്പം സ്വാഭാവികമായിട്ടും അൺരജിസ്റ്റേർഡ് ഡോക്യുമെൻ്റ് ആണ്, ഇത് കോടതിയുടെ എവിഡൻസിലേക്ക് എടുക്കാൻ സാധിക്കുമോ എന്നുള്ള ഒരു തർക്കം പലപ്പോഴും പറയാറുണ്ട്. പക്ഷേ അങ്ങനെ ഒരു തർക്കം നിൽക്കില്ല എന്നുള്ളതാണ് 2010-ലെയും 2025-ലെയും ബഹുമാനപ്പെട്ട സുപ്രീം കോടതിയുടെ ഞാൻ മുമ്പ് സൂചിപ്പിച്ച ഡോക്യുമെൻ്റ് കേസുകളിലൂടെ വിധിന്യായങ്ങളിലൂടെ പറയുന്നത്. കാരണം അൺരജിസ്റ്റേർഡ് ഡോക്യുമെൻ്റ് അതൊരു സെയിൽ ഡീഡ് ആവാം, അൺരജിസ്റ്റേർഡ് സെയിൽ ഡീഡ് ആവാം, അല്ലെങ്കിൽ അൺരജിസ്റ്റേർഡ് എഗ്രിമെൻറ്റ് ഫോർ സെയിൽ ആവാം. അത് സെക്ഷൻ 17 കീഴിൽ വരുന്നതാണെന്നുണ്ടെങ്കിൽ അത് ഒരു കൊളാറ്ററൽ പർപ്പസിന് വേണ്ടി, ഒരു കൊളാറ്ററൽ ട്രാൻസാക്ഷൻ്റെ പർപ്പസിന് വേണ്ടിയിട്ട് അത് ഉപയോഗിക്കുകയാണെങ്കിൽ ദാറ്റ് ക്യാൻ ബി കൺസിഡേർഡ് ഇൻ എവിഡൻസ് എന്നാണ് ബഹുമാനപ്പെട്ട സുപ്രീം കോടതി പറഞ്ഞത്. അപ്പോൾ ഇപ്പോൾ ഇതിനകത്ത് വന്ന ഈ 2025 വന്ന ഒരു കേസിനകത്ത് സെയിൽ ഡീഡാണ് വന്നത്. സെയിൽ ഡീഡുമായിട്ട് സബ് രജിസ്ട്രി ഓഫീസിൽ ചെന്നു. സബ് രജിസ്ട്രി ഓഫീസിൽ ചെന്നപ്പോൾ അതിനകത്ത് ജപ്തി ഉണ്ടെന്ന് കണ്ടു. ആ ജപ്തി ഉണ്ടെന്ന് കണ്ടപ്പോഴത്തേക്ക് അത് അഴിച്ചു തരാനായിട്ട് വന്നപ്പോഴത്തേക്കാണ് ഈ തർക്കം ഉണ്ടായത്. അങ്ങനെയാണ് ഒരാൾ കോടതിയിൽ വന്നത്. അപ്പോൾ ഇവിടെ ഈ സബ് രജിസ്ട്രി ഓഫീസിൽ വരെ എത്തിച്ച ആ അൺരജിസ്റ്റേർഡ് സെയിൽ ഡീഡ് ഉണ്ടല്ലോ, അൺരജിസ്റ്റേർഡ് വിലയാധാരം ഉണ്ടല്ലോ, ആ വിലയാധാരത്തിനെ ഒരു കൊളാറ്ററൽ രേഖയായിട്ട് കണക്കാക്കി. അതൊരു പക്കാ സെയിൽ ഡീഡ് അല്ല, എന്നാൽ നിങ്ങൾ തങ്ങളിൽ ഒരു കോൺട്രാക്റ്റ് ഉണ്ടായിരുന്നു, ഒരു എഗ്രിമെൻറ്റ് ഫോർ സെയിൽ ഉണ്ടായിരുന്നു, അതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഈ വിലയാധാരം ഇടയായത്, അൺരജിസ്റ്റേർഡ് വിലയാധാരം എഴുതാൻ ഇടയായത് എന്നുള്ള ഒരു കാരണത്തിലേക്കുള്ള ഒരു കൊളാറ്ററൽ രേഖയായിട്ട് ഇത് പരിഗണിക്കാം. അങ്ങനെ പരിഗണിക്കുകയാണെങ്കിൽ ഈ സെക്ഷൻ 17 തന്നെ പ്രൊവൈസോയിൽ പറയുന്ന സെക്ഷൻ 49 തന്നെ പ്രൊവൈസോയിൽ പറയുന്ന അൺരജിസ്റ്റേർഡ് ഡോക്യുമെൻറ്റ്സ് ക്യാൻ ബി അക്സെപ്റ്റഡ് എന്ന് പറയുന്ന ആ ഭാഗത്തേക്ക് ആ ഡോക്യുമെൻറ്റിനെ കൊണ്ടുവരാം. അപ്പോൾ ആ പ്രൊവൈസോ ഇങ്ങനെയാണ് പറയുന്നത്: പ്രൊവൈഡഡ് ദാറ്റ് ആൻ അൺരജിസ്റ്റേർഡ് ഡോക്യുമെൻറ്റ് അഫക്റ്റിംഗ് ഇമ്മൂവബിൾ പ്രോപ്പർട്ടി and required by this Act or Transfer of Property Act to be registered may be received as evidence of a contract in a suit for specific performance under Chapter 2 of the Specific Relief Act. അപ്പോൾ ഒരു കോൺട്രാക്റ്റിൻ്റെ പർപ്പസിലേക്ക് ആ ഡോക്യുമെൻറ്റിനെ കൊണ്ടുവരാം. നിങ്ങൾ തങ്ങളിലൊരു കോൺട്രാക്റ്റ് ഉണ്ടായിരുന്നു, സ്വാഭാവികമായിട്ടും എഗ്രിമെൻറ്റ് ഫോർ സെയിൽ ആണെങ്കിലും സെയിൽ ഡീഡ് ആണെങ്കിലും രജിസ്റ്റേർഡ് ആയിരിക്കണം. ഇവിടെ രജിസ്റ്റേർഡ് അല്ല. അങ്ങനെയാണെങ്കിൽ എന്ത് ചെയ്യാം? അങ്ങനെയാണെങ്കിൽ റിസീവ്ഡ് ആസ് എവിഡൻസ് ഓഫ് എ കോൺട്രാക്റ്റ് ഇൻ എ സ്യൂട്ട് ഫോർ സ്പെസിഫിക് പെർഫോമൻസ്. ഒരു സ്യൂട്ടിൻ്റെ സ്പെസിഫിക് പെർഫോമൻസിൽ ഒരു കോൺട്രാക്റ്റ് ഉണ്ടായിരുന്നു എന്ന് കാണിക്കുന്നതിനുള്ള, അതാണ് ഞാൻ നേരത്തെ പറഞ്ഞ കൊളാറ്ററൽ പർപ്പസ്. അങ്ങനെ കോൺട്രാക്റ്റ് ഉണ്ടായിരുന്നെങ്കിൽ സ്വാഭാവികമായിട്ട് എന്ത് സംഭവിച്ചു കാണും? അവിടെ ഒരു ട്രാൻസാക്ഷൻ നടന്നിട്ടുണ്ടാവും. തുടർന്ന് അത് എൻഫോഴ്സ് ചെയ്യണമോ വേണ്ടയോ എന്ന് കോടതിയാണ് തീരുമാനിക്കുന്നത്. അപ്പോൾ അൺരജിസ്റ്റേർഡ് സെയിൽ എഗ്രിമെൻ്റ് ആണെങ്കിൽ അത് എൻഫോഴ്സ് ചെയ്യണമോ? സ്വാഭാവികമായിട്ടും അൺരജിസ്റ്റേർഡ് സെയിൽ എഗ്രിമെൻറ്റ് എൻഫോഴ്സ് ചെയ്യാൻ പറ്റില്ല എന്നാണ് സെക്ഷൻ 17 പറയുന്നത്. അപ്പോൾ അൺരജിസ്റ്റേർഡ് സെയിൽ എഗ്രിമെൻറ്റ് സബ്സിക്വൻ്റ് ആയിട്ട് രജിസ്റ്റർ ചെയ്യുന്ന നിയമത്തിൽ പറയുന്ന സാഹചര്യങ്ങളിലൂടെ അത് കടന്നു പോവുകയാണെങ്കിൽ കോടതിക്ക് പിന്നെ അത് എൻഫോഴ്സ് ചെയ്യുമ്പോൾ അതിന് തെളിവിലേക്ക് നോക്കി ചെയ്യാം. അതല്ലെങ്കിൽ സെക്ഷൻ 22 പ്രകാരം ആ പൈസ തിരിച്ചു തരുന്നതിന് തിരിച്ച് വാങ്ങിത്തരുന്നതിനുള്ള അധികാരം കോടതിക്കുണ്ട്. അതാണ് ഇവിടെ ചെയ്യാൻ പറ്റുന്നത്. അപ്പോൾ സെക്ഷൻ 49 വ്യക്തമായിട്ട് പറയുന്നു, അൺരജിസ്റ്റേർഡ് സെയിൽ എഗ്രിമെൻറ്റ് അല്ലെങ്കിൽ സെയിൽ ഡീഡ് നമ്മുടെ കയ്യിൽ ഉണ്ടെങ്കിൽ ഒരു ട്രാൻസാക്ഷൻ സെക്ഷൻ 17 പറയുന്ന അൺരജിസ്റ്റേർഡ് ഡോക്യുമെൻറ്റിനായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള ഒരു രേഖയാണ് നമ്മുടെ കയ്യിൽ ഉണ്ടെങ്കിൽ ആ രേഖകളെ സംബന്ധിച്ച് യാതൊരു വിധമായ പവറുകളും യാതൊരു വിധമായ അധികാരങ്ങളും യാതൊരു വിധമായ സംഗതികളും ട്രാൻസാക്ഷനും അവിടെ നടന്നു എന്ന് കണക്കാക്കാൻ സാധിക്കില്ല എന്നാണ് പറയുന്നത്. പക്ഷേ ഇതുമായിട്ടൊരു ബന്ധപ്പെട്ടൊരു ഡിസ്പ്യൂട്ട് വന്നാൽ ആ കോൺട്രാക്റ്റ് ഉണ്ടായിരുന്നു, അല്ലെങ്കിൽ ഓഫ് എനി കൊളാറ്ററൽ ട്രാൻസാക്ഷൻ നോട്ട് റിക്വയർഡ് ടു ബി എഫക്റ്റഡ് ബൈ രജിസ്റ്റേർഡ് ഇൻസ്ട്രുമെൻറ്റ് എന്ന് പറയുന്ന ആ പർപ്പസിലേക്ക് ഈ ഡോക്യുമെൻറ്റിനെ കൊണ്ടുവരാം. അപ്പോൾ സ്വാഭാവികമായിട്ടും സെക്ഷൻ 17 പറയുന്ന ഡോക്യുമെൻറ്റുകളെല്ലാം തന്നെ കമ്പൽസറി രജിസ്ട്രബിൾ ആയിരിക്കണം. അങ്ങനെ രജിസ്റ്റേർഡ് അല്ലാത്ത ഡോക്യുമെൻ്റ് ആണെങ്കിൽ അത് ഒരു കോടതിയിലേക്ക് വരികയാണെങ്കിൽ അത് എവിഡൻസിലേക്ക് വരുന്നതിന് അത് മാർക്ക് ചെയ്ത് കോടതിയുടെ രേഖയായി എടുക്കുന്നതിന് തടസ്സമില്ല. പക്ഷേ അത് എങ്ങനെ എടുക്കാൻ പറ്റത്തുള്ളൂ? ഒരു കോൺട്രാക്റ്റ് ഉണ്ടായിരുന്നു എന്ന് കാണിക്കുന്നതിനോ അല്ലെങ്കിൽ നോട്ട് റിക്വയർഡ് ടു ബി എഫക്റ്റഡ് ബൈ രജിസ്റ്റേർഡ് ഇൻസ്ട്രുമെൻറ്റ് എന്ന് പറയുന്ന ഏതെങ്കിലും സംഗതികൾ തീരുമാനിക്കുന്നതിന് വേണ്ടിയിട്ടോ മാത്രമേ എടുക്കാൻ പറ്റത്തുള്ളൂ. അല്ലാതെ ഒരു അൺരജിസ്റ്റേർഡ് സെയിൽ ഡീഡ് വന്നു, ആ സെയിൽ ഡീഡിൻ്റെ അടിസ്ഥാനത്തിൽ ആ വിലയാധാരം കൺഫർ ചെയ്ത് കൊടുക്കുവാൻ കോടതിക്ക് സാധിക്കില്ല. അൺരജിസ്റ്റേർഡ് സെയിൽ എഗ്രിമെൻറ്റ് ഫോർ സെയിൽ വന്നു, അതിൻ്റെ അടിസ്ഥാനത്തിൽ മാത്രം എഗ്രിമെൻറ്റ് ഫോർ സെയിലിൻ്റെ അടിസ്ഥാനത്തിൽ മാത്രം ഒരു സ്പെസിഫിക് പെർഫോമൻസിൻ്റെ സ്യൂട്ട് അംഗീകരിച്ചു കൊടുക്കാൻ പറ്റില്ല. അതിന് ഒരു കൊളാറ്ററൽ ട്രാൻസാക്ഷൻ്റെ ഭാഗമായിട്ട് അതിന് കണക്കാക്കാം. അപ്പോൾ അത് ഞാൻ നമ്മുടെ AI നമ്മുടെ ഇപ്പോഴത്തെ മൊബൈൽ ഫോണുകളിലൊക്കെ സാധാരണ കാണുന്ന ജെമിനി AI ചോദിച്ചപ്പോഴത്തേക്കും
AI ഇതിനകത്ത് വളരെ വ്യക്തമായൊരു സെൻറ്റൻസ് എനിക്ക് പറഞ്ഞു തന്നത്, ഇറ്റ്സ് അഡ്മിസിബിലിറ്റി ഈസ് ലിമിറ്റഡ് ടു ദ പർപ്പസ് ഓഫ് പ്രൂവിങ് ദ കോൺട്രാക്ട് ഇറ്റ് സെൽഫ്. അപ്പോൾ ഞാൻ ഇന്ന് AI നോക്കിയപ്പോഴത്തേക്ക് AI വളരെ അപ്ഡേറ്റ് ആണ്. മെയ് 9 വന്ന ഞാൻ ഈ മുമ്പ് സൂചിപ്പിച്ച റൂളിങ്, അതായത് മുരുകാന്തം വേഴ്സസ് മുനിയാണ്ടി എന്ന് പറയുന്ന 2025 ആ റൂളിങ് ഈ AI ജെമിനിയിൽ എനിക്കത് കോട്ട് ചെയ്ത് വന്നു. അതുൾപ്പെടെയാണ് ഞാൻ ഈ ചോദിച്ച ചോദ്യത്തിനകത്ത് ആൻസർ പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ വെദർ ആൻ അൺരജിസ്റ്റേർഡ് ഡോക്യുമെൻറ്റ് ക്യാൻ ബി അഡ്മിറ്റഡ് ഇൻ എവിഡൻസ് എന്നായിരുന്നു ഞാൻ ചോദിച്ചത്. അപ്പോൾ അതിനകത്ത് പറഞ്ഞ മറുപടി, യെസ്, ആൻ അൺരജിസ്റ്റേർഡ് സെയിൽ അഗ്രിമെൻറ്റ് ക്യാൻ ബി അഡ്മിറ്റഡ് ആസ് എവിഡൻസ് ഇൻ എ സ്യൂട്ട് ഫോർ സ്പെസിഫിക് പെർഫോമൻസ് ഓഫ് എ കോൺട്രാക്ട് ബട്ട് വിത്ത് സർട്ടൻ ലിമിറ്റേഷൻസ്. എന്നിട്ടാണ് സെക്ഷൻ 49 പ്രൊവൈസോയിൽ പറയുന്ന ആ ലിമിറ്റേഷൻ്റെ ഭാഗമായിട്ട് മാത്രമേ ഈ അൺരജിസ്റ്റേർഡ് സെയിൽ അഗ്രിമെൻറ്റോ അല്ലെങ്കിൽ അൺരജിസ്റ്റേർഡ് സെയിൽ ഡീഡോ ഉപയോഗിക്കാൻ സാധിക്കുകയുള്ളൂ. ഈ ഒരു സംഗതി എല്ലാവർക്കും മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. മറ്റൊരു വീഡിയോയുമായി മറ്റൊരു ദിവസം കാണാം. സംശയങ്ങളുള്ളവർ കമൻറ്റ് ബോക്സിലൂടെ സംശയങ്ങൾ ചോദിക്കുക. നമുക്ക് സംശയ നിവാരണം നടത്താൻ സാധിക്കുന്നിടത്തോളം സംശയ നിവാരണം നടത്താം. മറ്റൊരു വീഡിയോയുമായി മറ്റൊരു ദിവസം കാണാം. നന്ദി, നമസ്കാരം.